സംസ്ഥാന മാധ്യമ വക്താവും BJP വക്താവുമായ ഗോകുൽ ഗോപിനാഥ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോകുൽ, നോക്കൂ, അതായത് ഈ കേന്ദ്രവും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇടപെട്ട ഒരു കേസാണ്. ഛത്തീസ്ഗഡ് സർക്കാരുമായി കേന്ദ്രം സംസാരിച്ച ഒരു കേസാണ്. ഈ ഒരു വിഷയത്തിൽ പ്രോസിക്യൂഷൻ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അങ്ങനെയല്ല. പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തെ എതിർത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താണ് താങ്കൾക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, നിലവില് ഈ പ്രോസിക്യൂഷൻ എതിർത്തു, അവിടുത്തെ സ്റ്റേറ്റ് എതിർത്തു എന്ന് പറയുന്ന വാർത്ത അത് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. കാരണം അതിന്റെ കോടതിയുടെ വിധി പകർപ്പ് നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഒരു ഘട്ടത്തിലും പ്രോസിക്യൂഷൻ ഒരാൾക്ക് ജാമ്യം കൊടുക്കണം, ഞങ്ങൾ ജാമ്യം അനുവദിക്കാൻ തയ്യാറാണ് എന്ന് ഒരു കേസിലും പറയില്ല. അതിനെ എതിർക്കില്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള BJPയുടെ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി കേന്ദ്ര സർക്കാരും അവിടുത്തെ സംസ്ഥാന സർക്കാരും, പ്രത്യേകിച്ച് ഈ കേസിൽ വാദിയായിട്ടുള്ള ഛത്തീസ്ഗഡിലെ സർക്കാർ കൃത്യമായിട്ട് അനുഭാവപൂർവ്വം മാത്രമേ ഈ കേസിനെ പരിഗണിക്കൂ എന്ന കാര്യം വ്യക്തമാണ്. ഇന്ന് സ്വാഭാവികമായിട്ടും NIA കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെയോടുകൂടി ജാമ്യം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ് BJP വിലയിരുത്തുന്നത്. പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഈ ജാമ്യാപേക്ഷയെ ഒരു തരത്തിലും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിന്റെയും പ്രോസിക്യൂഷന്റെയും സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിനെ നമ്മൾ BJP സർക്കാർ എതിർത്തു എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അത് യഥാർത്ഥ അഭിപ്രായമല്ല എന്നാണ് പറയാനുള്ളത്. അതായത് നാളെ ഈ കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തന്നെയാണോ തുറന്നു കാണുന്നത്? അപ്പോൾ നാളെയോടുകൂടി ജാമ്യം ലഭിക്കുന്ന സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് ഇപ്പൊ പ്രാഥമികമായി ഈ പറയുന്ന വാർത്തകളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഇൻഫർമേഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ ഇന്നത്തെ വാദത്തിന് ശേഷം ഈ വരുന്ന ജാമ്യാപേക്ഷയെ എതിർത്തു, BJP സർക്കാർ എതിർത്തു, പ്രോസിക്യൂഷൻ എതിർത്തു എന്ന് പറയുമ്പോൾ അതിന് വസ്തുതാപരമായിട്ടുള്ള അടിസ്ഥാനമില്ലാത്ത വാർത്തയാണ്. കാരണം ഒന്നാമത് ഇതിന്റെ വിധി പകർപ്പ് വെളിയിൽ വന്നിട്ടില്ല. രണ്ടാമത് പ്രോസിക്യൂഷൻ ഒരു ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് സർക്കാരുകൾ വാദിഭാഗം നിൽക്കുന്ന ഒരു കേസിനകത്തും സർക്കാർ പ്രതിഭാഗത്തിന് ജാമ്യം കൊടുക്കാം എന്ന ഘട്ടത്തിൽ പറയില്ല. പ്രതിഭാഗം എന്താണോ നിരത്തുന്ന വാദങ്ങൾ, അവരുടെ തെളിവുകൾ, അത് പ്രകാരം സ്വാഭാവികമായിട്ടും ഒരു പൊതുവായിട്ടൊരു സമീപനം സ്വീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. സ്വാഭാവികമായിട്ടും ഈ വിഷയം ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ സ്റ്റേറ്റ് എന്ന രീതിയിൽ ഈ വിഷയത്തിനകത്ത് അനുഭാവപൂർവ്വമായിട്ട് നിലപാട് സ്വീകരിക്കും. അതിന്റെ പ്രതിഫലനവും അതിന്റെ തീരുമാനവും നാളെയോടുകൂടി വരുമെന്ന ശുഭപ്രതീക്ഷയാണ് BJPക്കുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ ഗോകുൽ ഗോപിനാഥ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.